ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. حمدا يوافي لما يكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل بالقدر تنفرج بالكربة تطاب الهوائج وتنال بالرأي وحسن الخواتم وتسكن الأمام بوجه الكريم وعلى آله وصحبه في كل رحمة من نفس بعدد كل ما علم لك. اللهم وصل مثل ثواب القرآن العظيم وصلنا هذه هدية واصلة النازلة بركة شاملة من إلى حضرة نبينا شفيعنا محمد مصطفى صلى الله عليه وسلم وإلى حضرات رواج جميع الأنبياء والمرسلين صلى الله عليه وسلم عليهم أجمعين. കഴിഞ്ഞ 21-ാം തീയതി തുടക്കം കുറിച്ച് 4 ദിവസം പിന്നിട്ട നമ്മുടെ ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി മുത്തേടത്തിൻ്റെ റമദാൻ പ്രഭാഷണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഭിന്നമായി വളരെയേറിയ ജനപങ്കാളിത്തത്തോടുകൂടെയാണ് ഈ 4 ദിവസങ്ങളും നമ്മിൽ കടന്നുപോയത്. അതോടൊപ്പം വളരെ ഗ്രഹനവും പഠനാർഹവുമായ 4 വിഷയങ്ങൾ അധികരിച്ചുള്ള ഉസ്താദിൻ്റെ പ്രഭാഷണം അത് ശ്രവിച്ചിട്ടുള്ള ആളുകളിൽ ഇസ്ലാം ഇത്തരം വിഷയങ്ങളിലുള്ള ഇസ്ലാമിൻ്റെ സമീപനങ്ങളും നിലപാടുകളും ഇത്രമാത്രം പ്രസക്തമാണ് എന്ന് ബോധ്യപ്പെടുന്നതായിരുന്നു. ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുവരുന്ന റഹ്മത്തുള്ള അൽ ഖാസിമി ഉസ്താദിൻ്റെ റമദാൻ പ്രഭാഷണ പരമ്പരയിലെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഈ പരിപാടി നടക്കുമ്പോൾ ബദർ യുദ്ധത്തെക്കുറിച്ചും ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ശുഹദാക്കളെക്കുറിച്ചുമൊക്കെ നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തെ ഏതൊരു മാർഗത്തിലാണ് മുന്നോട്ട് നയിച്ചത് എന്നതിന് പ്രവാചകൻ്റെ ജീവിതം തന്നെ നമുക്ക് മാർഗദർശനമാണ്. ഇവിടെ സ്വാഗതത്തിൽ OPM അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ധാർമ്മികമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി, അതും ശത്രുപക്ഷത്തിൻ്റെ കഠിനമായിട്ടുള്ള എതിർപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടി പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ ഇന്ന് സ്വതാൽപര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പറ്റം ചെറുപ്പക്കാർ പുതിയ സിദ്ധാന്തങ്ങൾക്ക് രൂപം കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم
وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, സിയാറത്ത് മനസ്സും മനോഭാവവും എന്നതാണ് വിഷയം. ഇന്നത്തെ പ്രത്യേകമായ ദിവസത്തിന്റെ പ്രാധാന്യം കൊണ്ട് സൗകര്യം വന്നാൽ നമുക്ക് ഒരല്പനേരം അഹ്ലു ബദറിനെ കുറിച്ചും പറയേണ്ടതാണ്. ഇന്ന് ബദരീങ്ങളാണ്ട് എണ്ണറുകൊണ്ട് ഒരല്പനേരം അവരെക്കുറിച്ച് പറയൽ ഒരു പ്രധാനപ്പെട്ട കടമയായതുകൊണ്ട് വിഷയങ്ങൾ പരമാവധി ചുരുക്കുകയും അതേക്കുറിച്ച് കൂടി ഒരല്പം പറയാനുള്ളൊരു അവസരം കണ്ടെത്തുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കണം. ഒരു ക്ലാസ് ഇവിടെ എടുക്കുന്നത് അതിൻ്റെ ഒരു അമൽ നാട്ടിലുണ്ടാകാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ അമൽ ഉൾക്കൊണ്ടിട്ട് അത് പ്രവർത്തിക്കാൻ, ആ ഇൽമ് ഉൾക്കൊണ്ട് അത് അമൽ ചെയ്യാൻ എല്ലാവരും തയ്യാറാണ്. നാട്ടിൽ ഇന്ന് ഈ വിഷയത്തിൽ വലിയ ഒരു, ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഗൗരവമായ ഒരു അമാന്തം സമുദായത്തിന് വന്നിരിക്കുകയാണ്. ജുമാ കഴിഞ്ഞിറങ്ങിയാൽ പള്ളിക്കാട് നിറയെ, പള്ളിപ്പറമ്പ് നിറയെ ആളുകളുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് അതൊന്നും കാണാത്ത ഒരു ശുഷ്കമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം തരം താണുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് നമ്മളെ എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തിരക്ക് എല്ലാ നിലക്കും മനുഷ്യർക്ക് നഷ്ടവും നാശവും ഉണ്ടാക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നമ്മുടെ ഇന്നത്തെ പ്രശ്നം തിരക്കാണ്. എല്ലാവർക്കും തിരക്കാവുന്നതിനൊഴിവില്ല. ആ അമിതമായ തിരക്ക് കൊണ്ട് എന്ത് സംഭവിച്ചു പോയി? ജീവിതത്തിൽ ഒരുപാട് ഖൈർ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഏർപ്പെടുത്തിയത്. ഈ സിയാറത്തിനെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ, സിയാറത്ത് ടൂറിന്റെ ഓപ്പറേറ്റർമാർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നല്ല ഇവിടെ ഞാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഞാൻ സാന്ദർഭികമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ ചെയ്യേണ്ടതല്ലേ, അത് ചെയ്യേണ്ടതാണ്, ചെയ്യാറുമുണ്ട്. ടൂർ എന്ന നിലയിലല്ലാതെ ഞാൻ എല്ലാ മാസവും അള്ളാഹിന്റെ തൗഫീഖിനാൽ ഒരു നീണ്ട സിയാറത്ത് പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എല്ലാ മാസവും അത് ചെയ്യാറുണ്ട്. നോമ്പിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞാൽ ഉടനെ ഇൻഷാ അള്ളാഹ് ഒരു അങ്ങനത്തെ ഒരു കാര്യത്തിന് ചെയ്യാറുണ്ട്, ചെയ്യുകയും ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതല്ല നമ്മുടെ ഇവിടെ മർമ്മപ്പെട്ട ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സിയാറത്ത് മനസ്സും മനോഭാവം എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ ഉദ്ദേശിച്ച രൂപത്തിലും വിധത്തിലും തന്നെ ആ കാര്യം മനസ്സിലാക്കണം എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു ബോധം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്ത് ത്വാഹയുടെ 49 മുതൽ 55 വരെയുള്ള വചനങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫമൻ റബ്ബുകും യാ മൂസാ. قال ربنا الذي أعطى كل شيء خلقه ثم هدى. قال فما بال القرون الأولى. قال علمها عند ربي في كتاب لا يضل ولا يشقى. الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى كلوا وارعوا عنها أنعامكم إن في ذلك لآيات لأولي النهى منها خلقناكم وفيها نعيدكم
വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. സൂറത്ത് ത്വാഹയുടെ 49, 50, 51, 52, 53, 54, 55 വചനങ്ങളാണ്. ശ്രദ്ധിക്കുക. അള്ളാഹു മനുഷ്യൻ നൽകിയ ഭൗമ സൗകര്യങ്ങളെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുക. പക്ഷേ ഈ മണ്ണിൽ നിങ്ങൾ ലയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം അവസാനിപ്പിക്കുന്നത്. ഇതൊരു ചോദ്യത്തിന് മറുപടി പറയുക. ചോദ്യകർത്താവ് ഫിറഔനാണ് ലഅനത്തുല്ലാഹി അലൈഹി. മറുപടി പറയുന്നത് സയ്യിദ്നാ മൂസ. ആരാണ് നിന്റെ പടച്ചോന്ന് ചോദിക്കുക. അപ്പോൾ പടച്ചോന് മറുപടി പറയാം. ആ പടച്ചോന്റെ മറുപടിയാണ് ആരാ? അല്ലാഹു. ഫമർ റബ്ബുക്കമായ മൂസ, നിങ്ങളെ എല്ലാവരുടെയും പടച്ചോൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഏതൊരു സൃഷ്ടിയെയും സൃഷ്ടിക്കുകയും തന്നെ എന്തിന് സൃഷ്ടിച്ചു എന്ന ആ സൃഷ്ടിക്ക് ബോധം കൊടുക്കുകയും ചെയ്തവനാണ് എൻ്റെ പടച്ചവൻ എന്ന് പറഞ്ഞു. എന്തിനാണ് പടച്ചത് എന്നൊരു ബോധം ഉണ്ടാവുക. അത് ഓരോ സൃഷ്ടിക്കും അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. എന്തിനാണ്, എന്തിനും, ഏത് സൃഷ്ടിക്കുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ആ സൃഷ്ടിക്ക് അള്ളാഹു തആല നൽകി. അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്തുൽ വാസിഅത്താണ്. അള്ളാഹു തആല റഹ്മത്ത് നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ സൃഷ്ടിക്കും അനുയോജ്യമായ ഒരു സൃഷ്ടിപ്പ് നൽകി. പിന്നെ എന്തിനാണ് തന്നെ പടച്ചത് എന്നൊരു ഹിദായത്തിന്റെ ബോധവും നൽകി. അതെന്തിനുണ്ട്? ഈ പുല്ലുകൾക്ക് പോലും തന്നെ എന്തിനാണ് പടച്ചത് എന്നൊരു ബോധം ഉണ്ടായത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞത്. ഇതൊക്കെ റബ്ബിന് സുജൂദ് ചെയ്യും എന്ന് പറയുന്നുണ്ട് സൂറത്തുർ റഹ്മാനിൽ. എന്തിനുണ്ട്? സൂര്യനുണ്ട്, അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനുണ്ട്? അപ്പോൾ ഫിർഔൻ ചോദിച്ചു ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. ആദ്യകാലത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും മൂസ എന്ന് ചോദിച്ചു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ പറഞ്ഞു ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൽ ലാ യളില്ലു വലാ യശ്ഖാ. അതൊക്കെ എൻ്റെ പടച്ചവന്റെ കയ്യിലുണ്ട്. അവന്റെ കയ്യിലാണ് അധികാരം. ആരൊക്കെ എന്തായി, ഇവിടെയുള്ള തലമുറകൾ എവിടെ പോയി, അവരെവിടെ ഉണ്ട്, എന്താണ് അവരവസ്ഥ, അവനെ അറിയൂ. എല്ലാം അവന്റെ കയ്യിലുണ്ട്. സയ്യിദ്നാ മൂസ ആരാണ് പടച്ചവൻ എന്ന് പറഞ്ഞ് പിന്നെ പടച്ചവനെ പറ്റി പറഞ്ഞു. ആരാ പടച്ചവൻ? الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى. ഭൂമിയെ നിങ്ങൾക്ക് ഒരു മടിത്തട്ട് പോലെ, ഒരു കളിത്തൊട്ടിൽ പോലെ അള്ളാഹു ആക്കി തന്നിരിക്കുന്നു. വസലക്കലക്കും ഫിഹാ സുബുല, ഒരുപാട് നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ധാരാളം വഴികളും അള്ളാഹു അതിലുണ്ടാക്കി തന്നിരിക്കുന്നു. പിന്നെ വഅൻസൽനാ മിനസ്സമാഇ മാഅ, പിന്നെ ആകാശത്ത് നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് മനോഹരമായ വെള്ളത്തെ അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു. പിന്നെ വൈവിധ്യമാർന്ന ഒരുപാട് ഈ കാണുന്ന പ്രകൃതിയുടെ ചേരുവകളും വൈവിധ്യമാർന്ന നിറങ്ങളും വർണ്ണങ്ങളുമുള്ള രീതികളും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. അതെല്ലാം നിങ്ങൾ കഴിക്കുകയും നിങ്ങൾ ആടുമാടുകൾക്ക് നൽകുകയും ചെയ്യുക. എന്നിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ അങ്ങനെ സ്വച്ഛന്തരായി സ്വൈരവിഹാരത്തോടുകൂടെ താമസിക്കുക. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അത് പറഞ്ഞിട്ടാണ് മറുപടി അവസാനിക്കുന്നത്. മിൻഹാ ഖലഖനാകും وفيها نعيدكم ومنها نخرجكم تارة أخرى. നിങ്ങളെ നാം ഈ മണ്ണിൽ നിന്ന് പടച്ചിരിക്കും. ഈ മണ്ണിലെ നിന്ന് തന്നെ വീണ്ടും മടക്കി പടക്കുകയും ചെയ്യുന്നു. ഈ മണ്ണിലേക്ക് തന്നെ മടക്കിയിരിക്കുന്നു. ഈ മണ്ണിൽ നിന്ന് വീണ്ടും നിങ്ങളെ പുനർജനിപ്പിക്കുകയും ചെയ്യുന്നു. ജനിപ്പിക്കാന്ന് പറയല്ല, ഉണ്ടാക്കുക എന്ന് പറയാ. ഒരു ജനനല്ലത്, പകരം ഒരു സൃഷ്ടിപ്പാണ്. അള്ളാഹു തആല ആ സമയത്ത് നല്ലവരായി അള്ളാഹനെ കാണാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒക്കെ നമ്മുടെ മണ്ണാണ്. ഈ മണ്ണും നമ്മൾ ലയിക്കണം. കുല്ലുക്കും മിൻ ആദമ വ ആദമു മിൻ തുറാബ്. എല്ലാവരും മണ്ണിൽ നിന്നാണ്, എല്ലാം ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ് എന്ന് പുണ്യനബി. പിന്നെ ഉമ്മയിൽ ലയിക്കുക. ഇത് ഉമ്മയാണ്. ഇഹ്ഫളുല്ലാഹ ഫഇന്നഹാ ഉമ്മുക്കും എന്ന് പുണ്യനബി.
ഭൂമിയെ സൂക്ഷിക്കുവേൻ, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് എന്ന് പുണ്യനബി. ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഭൂമിയെ നാം മാതാവെന്ന് പറയണം. നിങ്ങളെ മാതാവാണ് ഈ കാണുന്ന ഭൂമി. ഈ ഭൂമിയുടെ മാറിൽ നിങ്ങൾ ലയിക്കേണ്ടതാണ്. അത് പോണതിൻ്റെ അടിയിലേക്ക്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇവിടുന്ന് വീണ്ടും ഇവിടെ ഉണ്ടായി, ഇവിടെ തന്നെ ലയിച്ച് ഇവിടുന്ന് അല്ലാഹു വീണ്ടും ഉണ്ടാക്കും. ഈ മണ്ണിൽ നമ്മൾ അങ്ങനെ ലയിച്ചങ്ങനെ കിടക്കണം. ഈ മണ്ണിന്റെ പെരുമാറ് ഇത് നിങ്ങളുടെ ഉമ്മയാണ്. മാമിൻ അമലിൻ ഉമില അലൈഹാ ഇല്ലാ വഹിയ മുഖ്ബിറ. ഈ മണ്ണ് എന്ത് നടന്നാലും, ഈ മണ്ണിന്റെ മുകളിൽ എന്ത് നടത്തിയാലും മണ്ണ് വിളിച്ചു പറയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വഹി കൊടുക്കുന്നതാണ് മണ്ണിന് എന്നും ആയത്തുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഏത് മണ്ണിലാണോ നമ്മൾ ലയിക്കുന്നത് ആ മണ്ണിന് അല്ലാഹു തആല വഹി കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ണിന് അല്ലാഹു വഹി നൽകും. വഹി എന്നാ പറഞ്ഞത്, ഔഹലഹാ വഹി എന്നാ പറഞ്ഞത്. ഒരു ദിവ്യ സന്ദേശം എന്നാണ് ഇതിനർത്ഥം. അഥവാ തുറന്ന് പറയാനുള്ള ഒരു കഴിവ് അല്ലാഹു ഇതിന് നൽകും. എന്നിട്ട് ഇതിങ്ങനെ സംസാരിക്കും. എന്തൊക്കെ ഇതിന്റെ മുകളിൽ നടക്കും. മാമിൻ അമലിൻ ഉമില അലൈഹാ ഇല്ലാ വഹിയ മുഖ്ബിറ. ഈ മണ്ണിൽ എന്ത് നടന്നാലും ഈ മണ്ണ് വിളിച്ചു പറയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പൊ ഈ വിഷയം ഫറോവയുടെ മുന്നിൽ ചർച്ച ചെയ്യുകയാണ് സയ്യിദുനാ മൂസ. ത്വാഹ സൂറത്തിന്റെ 49 മുതൽ 5 വരെയുള്ള ആയത്ത് പറയുമ്പോൾ അവസാനിക്കും. ഇതാണ് വിഷയം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഓരോ പിടി മണ്ണ് വാരിയിട്ട് മയ്യത്തിന് മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം തലഭാഗത്ത് നിന്ന് മണ്ണ് വാരിയിട്ട് തലഭാഗത്തേക്ക് ഇടുന്ന കാര്യം പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടെ നമ്മുടെ കർമ്മത്തിന്റെയും ബാധ്യതയുടെയും ഒരു പ്രധാനപ്പെട്ട ഘട്ടം കഴിയാണ്. പിന്നെ വേറൊരു ഘട്ടമാണുള്ളത്. അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് വളരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഖബർ സിയാറത്ത് എന്ന് പറയുന്നതിന് വളരെ വലിയൊരു തലമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നന്നാവാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. സദ്യക്ക് നല്ല പോലെ ഖബർ സിയാറത്ത് ചെയ്യണം. എല്ലാവരും ഖബർ സിയാറത്ത് ചെയ്യണം. എല്ലാവരും. ഞാൻ ഒരാളെ കൊണ്ട് ഈ ആഴ്ച ഖബർ സിയാറത്ത് ചെയ്തവരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ പൊക്കിക്കണില്ല. കൈ പൊക്കിക്കേണ്ടതാണ്, പക്ഷെ കൈ പൊക്കിക്കണില്ല. അതെപ്പോഴും ചെയ്യണം. ദിവസം ചെയ്യുന്നവരുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശ രാത്രികളിലൊക്കെ പോയിരുന്നു. ഇന്റെ രാത്രിയിൽ പുണ്യനബി ബഖീഉൽ ഖർഖദിൽ പോയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. എല്ലാ രാത്രിയും റസൂലുള്ളാഹി സിയാറത്തിന് പോയി. എന്റെ രാത്രിയിലെല്ലാം പുണ്യനബി സിയാറത്തിന് പോയിരുന്നു ബഖീഉൽ ഖർഖദിൽ. ഹബീബായ മുഹമ്മദ് മുസ്തഫ അവരെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയല്ലല്ലോ, അവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ പുണ്യനബി പോണത്. ആ മണ്ണിൽ നിന്ന് ആ കിടക്കുന്ന ശിഷ്യന്മാർ പുണ്യനബിക്ക് എന്ത് കിട്ടാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങോട്ട് കൊടുക്കാനല്ലേ. ആരാ പോകുന്നത്? കൊടുക്കാൻ തന്നെ പോയത്. കൊടുക്കാൻ തന്നെ. പിന്നെ ബന്ധം നിലനിർത്തുക വലിയ സംഗതിയല്ലേ. എല്ലാ സൗകര്യം പ്രത്യേകിച്ച് വിശേഷിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ രാത്രിയിൽ വിശേഷിച്ച് എനിക്ക് അനുഭവപ്പെടാറുള്ളതാ. പുണ്യനബി ബഖീഉൽ ഖർഖദിലേക്ക് പോയിട്ട് സിയാറത്ത് ചെയ്ത് അവർക്ക് ദുആ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഒരിക്കൽ പുണ്യനബിയെ ഇരുട്ടിൽ ഞാൻ പിന്തുടർന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിടത്തിന്റെ നടുവിൽ പൊട്ടിക്കരഞ്ഞ് ഇരിക്കുന്നത് കണ്ടു. ആര് പറയാ? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മറന്നുപോയി. എന്താ മറന്നത്? എതിരഭിപ്രായം വന്നു. എതിരഭിപ്രായം വന്നതൊക്കെ നമ്മളോട് തള്ളി. അങ്ങനെ തള്ളി അവസാനം പടച്ചോനെയും തള്ളും. പടച്ചോന് എതിരഭിപ്രായങ്ങൾ ധാരാളം വരുന്നുണ്ട്. അല്ലല്ല എന്ന് പറയുന്നവരാണ് ഇന്ന് ധാരാളം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു കാര്യം, എന്തിനാണ് കുട്ടി എതിരഭിപ്രായം ഇല്ലാത്തത്?
എന്തിനുണ്ടാവുമല്ലോ എതിരുള്ളതൊക്കെ തള്ളുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ തള്ളേണ്ടി വരും. വലിയ അബദ്ധം സംഭവിച്ചു പോയത്. ഈ അടുത്ത കാലത്ത് വലിയൊരു അബദ്ധം വേറെയും പറ്റി. എന്താണ്? പുതിയ പള്ളികളെല്ലാം 10 സെന്റ് ഭൂമിയില ഏകദേശം. അവിടെ ഒരു ജുമായും ഒരു 10 സെന്റ് ഭൂമി. പിന്നെ ഏതെങ്കിലും മലയുടെ മുകളിൽ ഒരു പള്ളിക്കാട്, അതെല്ലാവർക്കും കൂടി ഒരു പഞ്ചായത്തിന് മുഴുവൻ ഒരു പള്ളിക്കാട്, ഒരു പള്ളിപ്പറമ്പ്. അവിടെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. വലിയ അബദ്ധമാണ് പറ്റിപ്പോയത്. ഭയങ്കര കുണിങ്ങൾ പഴയ കാലത്തെ പള്ളികൾ, പള്ളിപ്പറമ്പുകൾ നോക്കൂ. എവിടെയാ? പള്ളികളോടനുബന്ധിച്ച് പള്ളിപ്പറമ്പുകൾ, എത്ര വിശാലമായ ശ്മശാനങ്ങൾ, എന്തൊരു ഖബറിന്റെ അരികിലൂടെ തന്നെ. പള്ളി കുറച്ച് ദൂരാണ് കൊണ്ടുണ്ടാക്കുക. അന്നത്തെ വഴിയോട് ചേർത്തല്ല പള്ളി ഉണ്ടാക്കുക. അതും വലിയ അത്ഭുതമാണ്. അതായത് അന്നുണ്ടാവില്ലൊരു വഴി. ഇന്നത്തെ ഹൈവേ ഒന്നും ആയിട്ടില്ലെങ്കിലും അന്നൊരു വഴിയുണ്ടല്ലോ. ആ വഴിയുടെ ഓരത്ത് പള്ളി ഉണ്ടാക്കൂല. പള്ളി എന്ത് ചെയ്യുന്നെങ്കിൽ പള്ളിപ്പറമ്പിന്റെ നടുവിലെ പള്ളി ഉണ്ടാക്കുക. വളരെ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് പള്ളിപ്പറമ്പിന്റെ നടുകൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കും. എന്നിട്ട് റോട്ടിൽ നിന്ന് കുറേ അങ്ങോട്ട് നടക്കേണ്ടി വരും പള്ളിപ്പറമ്പിലേക്ക്. എവിടെയും മോയിൻകുട്ടിക്കായി ഇരിക്കുന്ന അവരുടെ അണ്ടോണ എനിക്കറിയാം. എത്ര വിശാലമായ പള്ളിപ്പറമ്പാണ്. കൊടുവള്ളി എത്ര വിശാലമായ പള്ളിപ്പറമ്പ. എവിടെ? എന്റെ മൂത്തേടുത്തു വരും. റോട്ടിൽ നിന്ന് കുറേ നടന്നു പോകണം. ഇന്നിപ്പോ റോഡ് സൈഡിലാണ് പള്ളി. റോട്ടിൽ തന്നെ പള്ളി ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. കാരണം നടക്കാൻ വയ്യ, നടക്കാൻ താല്പര്യമില്ല. വഴിയിൽ നിന്ന് കുറേ അങ്ങോട്ട് നടന്നു. എന്തിനാണത് ചെയ്തതെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ അകലത്തിലേക്ക് ഇറങ്ങണം. ചിലർ വാപ്പ എവിടെയാണ്, ചില അവിടെയാണ്, ചില അവിടെയാണ്. ഒരാൾക്ക് മടി ഉണ്ടാകരുത്. പള്ളിപ്പറമ്പിന്റെ നേരെ നടുവിൽ പള്ളി. എല്ലാവരും ഒരേ സമയത്ത് പള്ളിപ്പറമ്പിലേക്ക് നിസ്കാരം കഴിഞ്ഞാൽ ഈ ഒരു സൗകര്യം നമ്മളെ പള്ളിപ്പറമ്പുകളിലുണ്ട്. ഇന്ന് ഏകദേശം പള്ളികളൊക്കെ 10 സെന്റിലാണ്. പുതിയ പള്ളികളൊക്കെ വിശേഷിച്ചു. ആ പള്ളികളിലൊക്കെ ജുമായ. എവിടെയാണോ നമുക്ക് സൗകര്യമുള്ളത് അവിടെ നമ്മൾ ജുമായൊക്കെ കൂടും. അവിടെ നമ്മളെ ബാപ്പയോ ഉമ്മയോ അതൊന്നും ചിന്തയില്ല. പുതിയ പള്ളിപ്പറമ്പുകൾ, പുതിയ പള്ളികൾ എന്തിന്റെ പേരിലാണെങ്കിലും ഒരുപാട് ഹൈറുകളെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഹൈറുകൾ ഇതുവഴി നഷ്ടപ്പെട്ടു പോയി. ഉമ്മത്ത് മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹൈറല്ലേ നഷ്ടപ്പെട്ടു പോയത്. മുഅ്മിനീങ്ങളെ ഖബറിന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴുണ്ടാകുന്ന ഒരുപാട് നന്മല്ലേ. മാത്രമല്ല പുണ്യനബി പറഞ്ഞു, സുരിൽ ഖുബൂറ തുദക്കിറു ബിഹൽ ആഖിറ വഗ്സിലിൽ മൗത. നന്നാവാൻ വേണ്ടി നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ഖബർ സിയാറത്ത് ചെയ്യുകയും മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കുകയും വേണം. ഇതൊക്കെ നിന്നെ നന്നാക്കും. അടിപൊളി. ഇതാണ് പുതിയ ലോകത്തിന്റെ ഫേസ്. അടിപൊളി ജീവിതം, അടിപൊളി വസ്ത്രം, അടിപൊളി നടപ്പ് ഒക്കെ അടിപൊളിയാണ്. അപ്പുറത്ത് നേരെ മറിച്ച് അത് അങ്ങനെയല്ല. അതിന് അടിപൊളിയാ തന്നെ. അടിപൊളിഞ്ഞു പോയ പരിപാടിയാണ് ഇത്. ഒക്കെ അടിപൊളിഞ്ഞ പരിപാടിയാണ്. നേരെ മറിച്ച് നമ്മൾ വളരെ ചിന്തിക്കണം. ഇതൊക്കെ നിന്നെ വേദനിപ്പിക്കേക്കും. വേദനിക്കുന്നവൻ അല്ലാഹുവിന്റെ തണലിലായിരിക്കും. അള്ളാഹു പ്രത്യേകമായ തണലവന് നൽകും. അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ മനുഷ്യന് വേദനിക്കാനുള്ള ഒരു അവസരമാണ് ഇത് മുഴുവനും. ഖബറിന്റെ നടുവിൽ ഇങ്ങനെ പോയി നിൽക്കുക. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പോയി നിൽക്കുക. നമ്മളെ പള്ളിപ്പറമ്പ് മാത്രമല്ല, ആ കണ്ണമ്പറമ്പിലൊന്ന് പോയി നിൽക്കുക. എത്രയാ ഖബർ. അതും പലവട്ടം മാന്തിയിട്ട് മറവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. എനിക്ക് തോന്നാറുണ്ട്, അവരെങ്ങാനും ഹയാത്താക്കിയാൽ ഒരു സമ്മേളനം നടത്താൻ എവിടുന്നും ആളെ കൊണ്ടുവരില്ല. ആ കണ്ണമ്പറമ്പിലെ ആളുകൾ എങ്ങനെ ഹയാത്താക്കിയാൽ ഒരു 4 സമസ്ത സമ്മേളനത്തിന്റെ ആളുണ്ടോ? എത്ര ജന കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുകയാ. എങ്ങനെ കിടക്കുന്നുണ്ട് കിടക്കുക. എത്ര മനുഷ്യന്മാർ. നമ്മളെപ്പോലെ വികാര വിചാരങ്ങൾ ഉണ്ടായിരുന്നവർ. നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചു, എന്തായിരുന്നു അവരൊക്കെ? നമ്മളെപ്പോലെ ഉറുദിയുടെ സദസ്സുകളിൽ ഇരുന്നവർ, നമ്മളെപ്പോലെ ഭക്ഷണത്തിന്റെ രുചി ആസ്വദിച്ചിരുന്നവർ, നമ്മളെപ്പോലെ ഭാര്യ മക്കളുടെ മനോഹരമായ ഗന്ധം അനുഭവിച്ചിരുന്നവർ, സന്തോഷത്തിന്റെ കട്ടിലിൽ ഉറങ്ങിയിരുന്നവർ, മനോഹരമായ വീടുകളിൽ പാർത്തിരുന്നവർ, മനോഹരമായ കൂട്ടുബന്ധം ഉണ്ടായിരുന്നവർ. ചിന്തിച്ചു. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന നേരത്ത് ഒരു വണ്ടി ഒന്ന് സൈഡാക്കി നിർത്താൻ നമുക്ക് മനസ്സില്ല. അവിടെ ഒന്ന് ചിന്തിക്കാം, ആരാണത്? ആരാണ് ഈ വരുന്നത്? നമ്മളെ പോലെ ഉള്ളായിരുന്നൊരു മനുഷ്യൻ. വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും എല്ലാം പുറത്തു കയറി യാത്ര ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. എല്ലാം ഉണ്ടായിരുന്നു അയാൾക്ക്. ഇപ്പോൾ അയാൾക്കൊന്നുമില്ല.
മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. നമ്മളത് ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. എത്രയെത്ര വലിയ വലിയ ആളുകൾ ആരായിരുന്നു അവരെല്ലാം. അവരുടെ സമയത്തിന് വിലയുണ്ടായിരുന്നു. അവരെ കാണാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയും ചെയ്തിരുന്നു. അവരെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വളരെ ആളുകളുടെ ഒരു ഇബ്രത്തിന് വേണ്ടി ഒരാളെ പറയാം, ഒരു ഇബ്രത്തിന് വേണ്ടി ഒരാളെ പറയാം. ഈ കണ്ണമ്പറമ്പിലൊരു ഖബറുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഖബറാണത്. ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ ഖബർ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഖബറാണ്. ഒരേ തിരക്കില്ല. ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എന്തൊരു തിരക്കായിരുന്നു. കിട്ടുമോ? എത്ര ദിവസം കാത്തിരിക്കണം ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ? എത്ര വലിയ തിരക്കുള്ള ഡോക്ടറായിരുന്നു കേരളത്തിൽ. ഒരു തിരക്കില്ല. ഖബറുകളുടെയൊക്കെ കൂട്ടത്തിൽ ഒരു വെണ്ണക്കല്ലിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട് ഡോക്ടർ അബ്ദുൽ ഗഫൂർ 1954. ആ കണ്ണമ്പറമ്പ് നമുക്ക് പോയി നിന്ന് നോക്കി, എന്താ ചിന്ത വരും. മനുഷ്യന്മാരെ, മനുഷ്യന്റെ തലക്ക് കാര്യം പിടിക്കും. ഈ മനുഷ്യന്മാരുടെയൊക്കെ ഒരു സമയം കിട്ടാൻ വേണ്ടി എന്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യന്മാരെ ഒന്ന് കാണാൻ വേണ്ടി എത്രയേറെ മണിക്കൂറുകൾ ആളുകൾ കാത്തുനിന്നിരുന്നു. ഒരാൾ അവരെ കാണാൻ പോലും വരുന്നുണ്ടോ? മനുഷ്യന്മാരെ, നമ്മൾ ചിന്തിക്കണം. നമ്മളും അങ്ങനെയല്ലേ? നമ്മളും അങ്ങോട്ട് പോവല്ലേ? ചലത്തെ ഒക്കെ പോവല്ലേ? എല്ലാരും പോവല്ലേ? അതുകൊണ്ട് വളരെ ഇത് മർമ്മാണ്. ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എല്ലാവരും ഉറക്കാമയും പറയും, അള്ളാഹു തആല ബോധം തരട്ടെ. ഉണ്ണ സൗകര്യത്തിൽ നോക്കൂ നിങ്ങൾ. ഇതുവഴി പോകുമ്പോണ്ട് ആ മാത്തോട്ടത്തെ ഒരു ഖബർസ്ഥാൻ. അവിടെ മാത്തോട്ടത്താണ് എൻ്റെ ഓർമ്മ അല്ലേ? ആ പാലാണ് കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു ഖബർസ്ഥാനം. ആ റോഡിന്റെ അങ്ങേ ഭാഗത്ത് അവിടെയൊക്കെ നിൽക്കുമ്പോൾ മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ട് ഒന്നാട് നോക്കിയാൽ മതി. മനുഷ്യന്മാരിങ്ങനെ കിടക്കുക, പൂഴിമണലിൽ ഇങ്ങനെ കിടക്കുക, കല്ലും വെച്ച് മുകളിൽ കല്ലും വെച്ച് ഇങ്ങനെ കിടക്കുക. എത്ര വലിയ വലിയ മുതലാളിമാർ, വലിയ വലിയ പ്രഭാഷകന്മാർ, വലിയ വലിയ രാഷ്ട്രീയക്കാർ, വലിയ വലിയ തൊഴിലാളികൾ, വലിയ വലിയ കൈക്കരുത്തുള്ളവർ, കരുത്തിന്റെ കരുത്തുകൊണ്ട് ഇരുമ്പുരുക്ക് പോലെയുള്ള ഉരുക്ക് പോലെയുള്ള ശരീരത്തിന്റെ പുഷ്ടിയുണ്ടായിരുന്നവർ, ആരെ ഒരൊറ്റപ്പിടുത്തത്തിന് 1 കിൻഡൽ നെല്ലും അരിയുമൊക്കെ കയ്യിൽ തൂക്കിയെടുക്കാൻ കരുത്തുണ്ടായിരുന്നവർ, ജീവിതത്തിൽ ആരോട് പോലും തോൽക്കാതിരുന്നവർ, നാവ് കൊണ്ട് അടിച്ചിട്ട് ആരെയും പരാജയപ്പെടുത്തിയിരുന്നവർ. ഇന്ന് മിണ്ടാൻ വയ്യില്ല. പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞതുപോലെ ഒരു ചെല്ല അങ്ങോട്ട് പറയുള്ളൂ, ഇങ്ങോട്ട് തിരിച്ചു പറയില്ല. ഇന്ന് പറയാറില്ല എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. പ്രത്യക്ഷത്തിൽ നമ്മൾ കേൾക്കുന്നില്ല, പറയും, അത് വേറെ വിഷയം. അത് ആ ഭാഗത്തേക്ക് വരാം. അങ്ങനെ ചെല്ലില്ലേ പള്ളിക്കാട് സലാം, എന്താടോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തം മിണ്ടണില്ലെങ്കിൽ പറയും, എന്താടോ പള്ളിക്കാട് സലാം പറഞ്ഞതുപോലെ. അപ്പോൾ നോക്ക്, നിങ്ങൾ ചിന്തിക്കുക. ആ പള്ളിപ്പറമ്പിലൊക്കെ ഒന്നിങ്ങനെ കയറി നിന്ന് നോക്കുക. മരണമെന്ന് കേട്ടാൽ പേടിയുള്ള ആളുകളെ എനിക്കറിയാം. മരിച്ചു പോയവർ എനിക്കറിയുന്ന ചില ആളുകളുണ്ട്. മരണം കേൾക്കുമ്പോഴത്തേന് പേടിയുള്ള ചില ആളുകളുണ്ടായിരുന്നു. എനിക്കറിയുന്ന ആളുകൾ മരിച്ചുപോയി. മരണം എന്ന് കേട്ടാൽ പേടിയുള്ള ആളുകൾ, അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ചില ആളുകൾ ഉണ്ടായിരുന്നു. എനിക്കറിയുന്ന ചില ആളുകളുണ്ടായിരുന്നു, മരിച്ചുപോയി. മരണം നേട്ട പേടിയാണ് അവർക്ക്, പക്ഷെ അവർ മരിച്ചുപോയി. മുഅ്മിനീങ്ങളെ, മരണം എല്ലാരെയും വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഖബർ ചിന്തിക്കുക. വലിയ വലിയ രാജാക്കന്മാരും ചക്രവർത്തിമാരും നേതാക്കളും എല്ലാം കഴിഞ്ഞുപോയ ചരിത്രത്തിൽ, കോഴിക്കോട്ടിന്റെ കഴിഞ്ഞുപോയ ചരിത്രത്തിൽ എന്തെങ്കിലും ഒന്ന് മടക്കിക്കൊണ്ടുവരാൻ അല്ലാഹു നിങ്ങൾക്കൊരു അവസരം തന്നാൽ എന്ത് ചെയ്യുമെന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, 2 ആളെ ഞാൻ കോഴിക്കോട്ടേക്ക് മടക്കി കൊണ്ടുവരും. 2 ആളെ കോഴിക്കോട്ട് ഒരു അത്ഭുതം കാണിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നാൽ, കഴിഞ്ഞ ചരിത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അത്ഭുതം കാണിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നാൽ ഞാൻ 2 ആളെ കോഴിക്കോട്ടേക്ക് മടങ്ങിക്കൊണ്ടുവരും. ഒന്ന് സയ്യിദ് റഹ്മാൻ ബാഫഖി, ഒന്ന് CH മുഹമ്മദ് കോയ. 2 മനുഷ്യന്മാർ മടങ്ങി വരേണ്ടതാണ്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ 2 മനുഷ്യന്മാരും മതിയായിരുന്നു നമുക്ക് നാട്ടിന്, കേരളത്തിന് മുഴുവൻ എല്ലാവർക്കും മതിയായിരുന്നു. പക്ഷേ ഇവിടെ
അവരുടെ പ്രസ്ഥാനത്തിന്റെ പേരിൽ ജീവിക്കുന്നവർ വരെ അവരൊന്നും ചിന്തിക്കൂല. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ആ നടക്കാവ് പള്ളിയുടെ ഓരത്തുണ്ടാവും മനുഷ്യൻ കിടക്കണം, ഒന്നത് കയറി നോക്കൂല. എന്തുകൊണ്ട്? സ്നേഹമില്ല. സ്നേഹം എന്നത് വർത്താനത്തിലേ ഉള്ളൂ, ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമില്ല. പറയും നമ്മൾ സ്നേഹത്തെ കുറിച്ച് പറയും, സ്നേഹമില്ല, സ്നേഹമില്ല, സ്നേഹമില്ല. സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബിന്റെ ഖബർ ഒറ്റക്ക്, ഒരു കൂട്ടത്തിൽ പത്രക്കാർ ഫോട്ടോ എടുത്ത കൂട്ടത്തിലല്ല, ഒറ്റക്ക് സിയാറത്ത് ചെയ്ത് ഒരു കൈപൊക്കി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതന്നെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പത്രക്കാർ കൂട്ടത്തിലല്ല ഞാൻ പറഞ്ഞത്, ഒറ്റക്കൊന്ന് സിയാറത്ത് ചെയ്യാം. ഹറമിൽ പോയാൽ ജന്നത്തുൽ മുഹല്ലയിലേക്ക് നടന്നു പോവാ. നമ്മളൊരു നേതാവ് അവിടെ കിടക്കണില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ. എന്താണ് ജന്നത്തുൽ മുഹല്ലയിൽ മറവ് ചെയ്യുമ്പോഴും ഹറമിൽ ജനാസയുടെ നടത്തം അവസാനിച്ചിട്ടില്ല. ചരിത്രല്ലേ, അറബ് നാട്ടിലെ ചരിത്രല്ലേ. മയ്യത്തോണ്ട് തീർന്നിട്ടില്ല, അതായത് ടൈറ്റായി എന്നാണ്. ഹറമും ജന്നത്തുൽ മുഹല്ലയും തമ്മിലും ടൈറ്റായി. അവസാനം പോയി തീർന്നില്ല, കാരണം പോകാൻ കഴിയില്ല, അത്ര ടൈറ്റായി പോയി. അന്ന് ഹജ്ജിന് വന്ന ആളുകളൊക്കെ മയ്യത്ത് നിസ്കരിച്ചു. നിൽക്കാൻ കഴിയാതെ, സ്ഥലം കിട്ടാതെ കാലിന്റെ പുറത്ത് ചവിട്ടിക്കേറി നിസ്കരിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാ ഖബറ്? ആ ഖബർ നമ്മുടെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ്. ആരാണ് ഉമ്മ? ഖദീജത്തു സിദ്ദീഖ, ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. അവരുടെ കാലിന്റെ ചുവട്ടിലാണ് ഖബർ തന്നെ. ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ. ചിന്തിക്കും. അതുകൊണ്ട് മനുഷ്യന്മാരെ ആലോചിക്കണം. ഇത്ര നേരം വലിയൊരു കർമ്മല്ല ഇത്. പുണ്യനബി എല്ലാ രാത്രിയും ചെയ്തു, നമ്മളോ തർക്കിച്ച് കളഞ്ഞില്ലേ? ഇത്ര വലിയ നമ്മൾ തർക്കിച്ച് കളഞ്ഞില്ലേ? ഇത് പുണ്യനബി എല്ലാ ദിവസവും ചെയ്തു, തർക്കമില്ലല്ലോ. തർക്കിച്ചവർ തന്നെ എന്താ പ്രശ്നം? ഇങ്ങോട്ട് നോക്ക്. നമ്മളെ വലിയൊരു പൊട്ടത്തരം നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ അറിയാതെ ചിലർ ആടിനെ പൊട്ടനാക്കിയിട്ടുണ്ട്. വിദൂര നാട്ടിലേക്ക് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതിൽ ഉള്ള കാര്യത്തിലെ കേരളത്തിൽ തർക്കം തന്നെ നടന്നിട്ടുള്ളൂ. സ്വന്തം മാതാപിതാക്കളുടെയും സ്വന്തം നാട്ടിലെ പള്ളിപ്പറമ്പും പോയിട്ട് ദിവസമേന സിയാറത്ത് ചെയ്യുന്ന കാര്യത്തിൽ തർക്കം നടന്നിട്ടില്ല. പക്ഷേ ഈ തർക്കത്തെക്കുറിച്ച് പോലും പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുത്തില്ല. പക്ഷേ രണ്ടാമത്തെ ചേരി എന്ത് ചെയ്തു? ഇതിന്റെ മറ പിടിച്ചിട്ട് സിയാറത്തിനെ അടിച്ച് മറവ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. മനസ്സിലായില്ല. എന്തുകൊണ്ട്? പള്ളിപ്പറമ്പില്ലാത്ത പള്ളി സംസ്കാരം ഇവിടെ സുന്നി അല്ലാത്തവരാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മളും ആ ഭാഗത്തേക്ക് കൂടേണ്ടി വന്നതാണ്. പള്ളിപ്പറമ്പില്ലാത്ത പള്ളി എന്ന സംസ്കാരം ഇവിടെ സുന്നികളല്ലാത്തവർ കൊണ്ടുവന്നതാണ്. ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ എതിർക്കുകയും ചെയ്യുന്നു. അങ്ങാടി പള്ളിയിലേക്ക് നമ്മളില്ല, പള്ളിപ്പറമ്പ് വേണം പള്ളിക്ക് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഖബർ സിയാറത്ത് വലിയ വിഷയമാണ്. വളരെ നമ്മൾ ചിന്തിക്കണേ. ഈ പറഞ്ഞ ഇവിടെ തർക്കം എത്രയേ ഉള്ളൂ എന്നറിയോ? മസാജിദ. വാഹനം കെട്ടിയിട്ട് ദൂരെ നാട്ടിലേക്ക് സിയാറത്ത് പോകേണ്ടതുണ്ടോ അല്ലേ? ഈ ഒരു തർക്കം നടന്നിട്ടേ ഉള്ളൂ. ആ തർക്കത്തിൽ തന്നെ അർത്ഥമില്ല. വേറെ വിഷയം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? പക്ഷെ അതിന്റെ മറവിൽ എന്തുണ്ടായി എന്ന് വെച്ചാൽ, ഈ തർക്കം കൊണ്ട് എന്താ ഉണ്ടായത്? യഥാർത്ഥ ഖബർ സിയാറത്ത് അതിൽ തർക്കം പോലും ഇല്ല. പക്ഷെ ആ കർമ്മം പോലും പിന്നെ നാട്ടിൽ നടന്നില്ല. അതായത് എതിർച്ചേരി അറിഞ്ഞോ അറിയാതെയോ സിയാറത്തിനെ തന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ കുറെ ആളുകൾ കൂടുകയും ചെയ്തു. പിന്നെ തർക്കിക്കാൻ വേണ്ടി നമ്മൾ ആളുണ്ടായി, കർമ്മത്തിന് ആളുണ്ടായില്ല. അത് നമ്മളൊരു സ്വപ്നമാണ്. അതായത് തറാവി 20 8 നമ്മൾ 11 തർക്കിക്കും, നിസ്കരിക്കില്ല. അങ്ങനെയാണ്. തറാവി നിസ്കരിക്കില്ല, എന്ത് ചെയ്യും? തർക്കിക്കും. തറാവി 20 11 ഈ തർക്കം കൊണ്ടാണ് നേരം കളയും. എന്തുണ്ടാവില്ല? നിസ്കരിക്കാൻ ഉണ്ടാവില്ല. നിസ്കരിക്കാൻ തർക്കണോ? തർക്കത്തിനില്ല. തർക്കക്കാരൻ നിസ്കാരത്തിനില്ല. ഇതാണ് അവസ്ഥ. അതാലോചിക്ക്. അത് ഉറപ്പല്ലേ? നമ്മൾ പള്ളി ചെന്നാൽ ആരാ? ഈ തർക്കത്തിലൊന്നുമില്ലാത്ത കുറെ ആവുലായ കൗമാണ് നിസ്കരിക്കുക. അവർ തർക്കത്തിനില്ല, തർക്കക്കാരൻ നിസ്കാരത്തിനില്ല. അപ്പൊ ഈ വിഷയം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാല്, അനാവശ്യമായ തർക്കങ്ങൾ ഇതിന്റെ പേരിൽ ഊടി വീർപ്പിച്ചു കൊണ്ടുവന്നു. ഏതുപോലെ നിസ്കാരം
കൂട്ടുപ്രാർത്ഥനയുടെ കാര്യം പോലെ ഒറ്റ കാര്യത്തിൽ തർക്കം നടന്നിട്ടുള്ളൂ. കൂട്ടുപ്രാർത്ഥന വേണോ എന്ന കാര്യത്തിൽ തർക്കം നടന്നിട്ടില്ല. തർക്കം നടന്നത് നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിലാണ്. പക്ഷെ അതുകൊണ്ട് എന്താ ഉണ്ടായത് കൂട്ടുപ്രാർത്ഥനയോട് തന്നെ ഒരു അവജ്ഞ സമൂഹത്തിൽ വളർന്നു. തർക്കം ഇത്രയേ ഉള്ളൂ. എന്ത്? കൂട്ടുപ്രാർത്ഥന വേണോ എന്ന കാര്യത്തിൽ തർക്കം നടന്നിട്ടേ ഇല്ല. അതിൽ നടന്നിട്ടേ ഇല്ല. ഇത്രേ തർക്കം നടന്നിട്ടുള്ളൂ. എന്ത്? നിസ്കാരശേഷം ഒരു കൂട്ടുപ്രാർത്ഥന വേണോ വേണ്ടേ, ഈ ഒരു തർക്കേ നാട്ടിൽ നടന്നിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പേര് എന്താ ഉണ്ടായത്? കൂട്ടുപ്രാർത്ഥന നടത്തുന്ന കൂട്ടരും കൂട്ടുപ്രാർത്ഥന നടത്താത്ത കൂട്ടരും രണ്ടു കൂട്ടരായി. ഒരു മയ്യത്തെടുക്കുന്ന നേരത്തെ ഒരു ദ്വാഴ്ചയില്ല. ഇല്ലേ? ഒന്ന് പറയേ ഇല്ലേ? എന്തോ ഒരു കുറ്റം പോലെയാണ്. മയ്യത്തെടുക്കുന്ന നേരത്തെ ഒരു വലിയ മനുഷ്യന്മാർ മനസ്സ് പൊട്ടി നിൽക്കുന്ന നേരല്ലേ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഒന്നുമില്ലെങ്കിൽ അത് പറഞ്ഞാടോ, അല്ലാഹു ഗഫ്റലഹു ഒന്നൊന്നും പറഞ്ഞാടോ, അത് കൊടുക്കില്ല, ചെയ്യൂല. എന്തോ കോയമ്പത്തൂരിലേക്കുള്ള പാർസൽ സാധനം കൊണ്ടുപോകും പോലെ പെട്ടെന്ന് കൂട്ടി അള്ള മനസ്സിൽ ഒറ്റപ്പാച്ചിൽ. അങ്ങനെയാണ് ഇന്ന. അതിനെ വലിയ രസമാണ് ഇപ്പോഴത്തെ. ഞാനൊരു വീട്ടിൽ ഒരു മയ്യത്തിന് വേണ്ടി കൂടി. എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ ദ്വാ ഉണ്ടോ? ദ്വാ ഇല്ല. പിന്നെ മയ്യത്തിന് ആംബുലൻസ് കയറ്റുക വീട്ടിൽ നിന്ന് തന്നെ. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടാ? മയ്യത്തിനെ വീട്ടിൽ വെച്ച് തന്നെ ആംബുലൻസ് കയറ്റും. എങ്ങോട്ട്? വലിയ പള്ളിയിലേക്ക് കൊണ്ടുപോകും. വലിയ പള്ളിക്കാണ് പള്ളിപ്പറമ്പിലേക്ക് ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ്. അതായത് നടന്ന 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടക്കാൻ ഇവർക്ക് മുതലാളിമാരാണ്, കച്ചവടക്കാരാണ്, ഇവർക്ക് നേരമില്ല. കുറച്ചാൾ വീട്ടിൽ കൂടിയിട്ടുണ്ട്. ഇവരെന്തിനു കൂടിയെന്ന് ആർക്കും തിരിഞ്ഞില്ല. കാരണം ഒരു ദ്വാക്ക് വേണ്ടിയാണെങ്കിൽ അവിടെ ദ്വാ ഇല്ല. മയ്യത്തിന്റെ കൂടെ നടക്കലാണെങ്കിൽ മയ്യത്തിന്റെ കൂടെ നടത്തവും ഇല്ല. അതിന് പള്ളി കൂടിയാ പോലെ, അല്ലെ കൂടാതിരുന്നാ പോലെ. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ സംസ്കാരം വളർന്നിട്ടുണ്ട്. നേരെ ആംബുലൻസ് കൊണ്ടുവരിക, വീട്ടിൽ നിന്ന് ആംബുലൻസിലേക്കാണ് കയറ്റുക, എന്നിട്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും. ഇത് അടുത്ത കാലത്ത് ഇത് അങ്ങിങ്ങായി തുടങ്ങി അടുത്ത കാലത്ത് വല്ലാതെ വളരും. ഇതൊക്കെ നമ്മൾ യുദ്ധം ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ തടയണം. യുദ്ധം ചെയ്ത് തടയണം. ഇവിടെ കരുത്തുള്ള പോലെ മനുഷ്യന്മാർ നാട്ടിലുള്ള ഉമറാക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതി കൂട്ടി പറയാൻ, നമ്മളെ ഏരിയയിൽ അത് നടപ്പില്ല എന്നാണ് പറയണം. അതിവിടെ നടക്കൂല എന്ന് പറയണം. ഇവിടെ കുറെ ഉമറാക്കൾ കരുത്തുള്ളവരുണ്ട്. ആ ആംബുലൻസ് കയറ്റിയിട്ട് അങ്ങോട്ട് വിടുക, എന്നിട്ട് ബാക്കിലുള്ള ഒരു മോട്ടോർ സൈക്കിളിൽ പോകാനുള്ള പരിപാടി നടക്കൂല എന്ന് തന്നെ പറയണം. മയ്യത്തിന്റെ കൂടെ പോകുന്നവർ വാഹനത്തിൽ കയറിയാൽ കൂലി കിട്ടൂല, ഉറപ്പ്, സംശയമില്ല, തർക്കമില്ല. മനസ്സിലായോ? മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളുകള് യാത്ര വാഹനത്തിൽ കയറിയാൽ കൂലി കിട്ടുകയല്ല. ബിത്തിഫാഖിൽ അയിമ്മത്തിൽ അർബഅ, തർക്കമില്ലാത്ത മസലയാണ്. മയ്യത്തിന്റെ കൂടെ പോകുന്നവർക്ക് കൂലി കിട്ടണമെങ്കിൽ യംശൂന അലാ അഖ്ദാമിഹിം, അവര് കാലുകൊണ്ട് നടക്കണം. ആര് പഠിപ്പിച്ചു? ഹബീബായ മുഹമ്മദ് നബി. നല്ല വെയിലുള്ള നട്ടുച്ച പകലായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാഹനത്തെ കൊണ്ടുവന്നിട്ട് വാഹനത്തിൽ കയറിയില്ല. മടങ്ങിപ്പോണപ്പോൾ ആളുകൾ ചോദിച്ചു, നബി വലിയ വിഷമവും ക്ഷീണമായെന്ന് കണ്ടപ്പോഴാണ് അങ്ങേക്ക് ഞങ്ങൾ വാഹനത്തെ കൊണ്ടുവന്നത്. അപ്പോൾ പറഞ്ഞു, കൈഫ അർകബു തംശി മലായികത്തുല്ലാഹ്, അള്ളാന്റെ മലക്കുകൾ പോലും നടക്കുമ്പോൾ ഞാൻ വാഹനത്തിൽ കയറ്. മയ്യത്തിന്റെ കൂടെ അള്ളാന്റെ മലക്കുകൾ പോലും നടക്കുകയായിരിക്കുമെന്ന് പുണ്യനബി. പ്രകാശം പോലെ സഞ്ചരിക്കുന്നവരാ മലക്കുകൾ. ആ മലക്കുകളും മയ്യത്തിന്റെ കൂടെ നടക്കണില്ല. മനസ്സിലായിൽ? കൈഫാർക്കബു തംശി മലായികത്തുല്ലാഹ് എന്ന് പുണ്യനബി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അനാവശ്യമായ തർക്കത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ട് സമുദായത്തെ നാമാവശേഷമാക്കി പോയി. ഇത്തരം ആളുകൾ ചിന്തിക്കണം. അവർക്കൊന്നും ആ പരിപാടി തന്നെയല്ല. നിസ്കാരം കഴിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങുന്ന പരിപാടി സുന്നികളല്ലാത്തൊരു പള്ളിയിൽ നടക്കാറേ ഇല്ല. എന്നാൽ ഈ വിഷയത്തിലോട്ട് തർക്കമില്ല. എന്തേന്ന് വെച്ചാൽ ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം ഇതൊക്കെ ഇവിടെ കൊന്നുകളയലായിരുന്നു അവരുടെ താല്പര്യം എന്ന് മനസ്സിൽ ഒന്നും വിചാരിക്കരുത്. ചേകനൂര് 3 വക്കത്ത് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു 2 വക്കത്ത് ഒഴിവാക്കിയിട്ട് ഇവിടെ പരിസരത്തൊരു അന്ന് ചേകനൂരി താല്പര്യമുള്ള ഒരു മനുഷ്യന്റെ വീട്ടിൽ ചേകനൂര് താമസിച്ചു 3 ദിവസം. എന്നിട്ട് ഒറ്റ വക്കത്ത് നിസ്കരിച്ചില്ല. മനസ്സിലായില്ല? നിസ്കാരം 5 ഇല്ല 3 ഉള്ളൂ എന്ന് ചേകനൂര് പറഞ്ഞു. പറഞ്ഞിട്ട് ചേകനൂര് ഇവിടെ അടുത്ത് മുക്കത്തിനടുത്ത് ഒരു ധനാഢ്യന്റെ വീട്ടിൽ 3 ദിവസം ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ചേകനൂര് താമസിച്ചു. മാളികയുടെ മുകളിൽ 3 ദിവസം താമസിച്ചിട്ട് ഒറ്റ വക്കത്ത് ചേകനൂര് നിസ്കരിച്ചെന്നല്ല, 3 ദിവസം നിസ്കരിച്ചില്ല.
ഞാൻ പിന്നെ ഈ ആചാര്യ അയാൾ ചേകനൂരല്ല അങ്ങനെ സംസാരിപ്പോ ചോദിച്ചു, പിന്നെ എന്തിനാ ആചാര്യ അയാൾ 3 വക്താണ് നിസ്കാരം എന്തിനാ അയാൾ പറഞ്ഞത്? അതും അയാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അയാൾ പറഞ്ഞു? അപ്പൊ ഈ ആചാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ റോഡ് സൈഡിലൊക്കെ വലിയ വലിയ മരം മുറിക്കുമ്പോ ആദ്യം കൊമ്പ് തള്ളിയിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു ഇയാൾ. വലിയ വലിയ മരം മുറിക്കുമ്പോ കൊമ്പ് തള്ളിയിടും. എന്തിനാ കൊമ്പ് തള്ളിയിടുന്നത്? സുഖത്തിൽ അടി മുറിക്കാൻ വേണ്ടിയാണ്. ആദ്യം 2 ഒഴിവാക്കിയത് പിന്നെ സുഖത്തിൽ 3 കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന്. അതാണ് ഇവിടെ പലരും ചെയ്തത്. വെറുതെ കോലാലങ്ങൾ. അതായത് അന്യദിക്കിലുള്ള മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്ന ചർച്ചയുടെ പിന്നാലെ കൂടിയിട്ട് സ്വന്തം പള്ളിപ്പറമ്പിൽ പോലും സിയാറത്തില്ല. ഇല്ല. എന്തുകൊണ്ട്? അത്ര വലിയൊരു പ്രധാനപ്പെട്ട കാര്യത്തെ കൊന്നു. ഇത് വലിയ വിഷയം തന്നെയാണ്. അല്ലെങ്കിൽ അവർ മറുപടി പറയണം. ഞാനൊരു വേദന പറയാണ്. ഞാൻ തർക്കത്തിനുമില്ല ബഹളത്തിനുമില്ല, പക്ഷെ ഇതൊരു വേദനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാവശ്യമായ തർക്കത്തെ കൊണ്ടുവന്നിട്ട് വളരെ അത്യാവശ്യം എല്ലാ രാത്രിയിലും ഈ ഹരീത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വ്യക്തല്ലേ. ഐഷാ ബീവി പറയാ റളിയല്ലാഹു അൻഹ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്റെ അടുത്ത് വന്നാൽ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ഖിയാമുൽ ലൈൽ കഴിഞ്ഞാൽ ബഖീഉൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഖുബൂറൽ അഹ്ലിൽ ഖർഖദ് അഹ്ലുൽ ഖർഖദിന്റെ ഖബറിന്റെ അരികിലേക്ക് റസൂലുള്ളാഹി പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിന്റെ കൊല്ലം ഉഹദീങ്ങളെ സിയാറത്ത് പൊട്ടിക്കരഞ്ഞു മുസ്തഫ നബി സിയാറത്ത് ചെയ്യുന്നുണ്ട്. കാരണം കൽ മുവദ്ദിഈന, ഒരു പറയും പോലെ സിയാറത്ത് ചെയ്തു നബി. ഇനി എനിക്ക് സിയാറത്തിന് കഴിയില്ല എന്ന സ്വരം പോലും ഉണ്ടായി. മനസ്സിലായില്ല. ഉഹുദിൽ സിയാറത്തിന് പോയിരുന്നു ഹബീബ് മുസ്തഫ. അവസാനം കഴിഞ്ഞ് പിരിയുമ്പോ എല്ലാവരും കരഞ്ഞുപോയി. അതായത് ആ സിയാറത്തിന്റെ ശൈലി കണ്ട് എല്ലാവരും പോയി. നീ നബിക്ക് സിയാറത്ത് ഈ ഉഹദിങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഉണ്ടാവൂല. കൽ മുവദ്ദിഈ പറയുന്നവർ പോലും റസൂൽ സിയാറത്ത് ഹബീബായ മുഹമ്മദ് ഉഹദുകളെ സിയാറത്ത് ചെയ്തിരുന്നു. ഉഹദീങ്ങളെ സിയാറത്ത് ചെയ്ത അവസാനത്തെ സിയാറത്തിൽ എല്ലാവരും കരഞ്ഞുപോയി. പുണ്യനബിയും പൊട്ടിക്കരഞ്ഞുപോയി. എല്ലാവരും കരഞ്ഞുപോയി. എന്തുകൊണ്ട്? ആ സിയാറത്ത് കണ്ടവർക്ക് തന്നെ ഒരു എന്തോ സംഭവിക്കാനുള്ളത് പോലെ തോന്നി. ഇനി നബിക്ക് സിയാറത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നൊരു സ്വരം പോലും ആ സിയാറത്തിനിടയിൽ ഉണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ സാധ്യല്ലേ? അത് ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? സിയാറത്തിന് യാത്ര പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാ. കാരണം ഖബർ ആഖിറത്തെ ഓർക്കാനാണെങ്കിൽ ബഖീഉൽ ഖർഖദ് നേരെ പരിസരത്തുണ്ട്, ജന്നത്തുൽ ബഖീ. എന്നിട്ടും അപ്പുറത്ത് സിയാറത്ത് ചെയ്യൽ മുസ്തഫ നബിയുടെ പതിവായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മളാക്കുന്ന വളരെ ബഹുമാനപ്പെട്ട ഒരു കർമ്മമാണ് സിയാറത്ത് എന്ന് തലേക്കട കയറ്റണം. എല്ലാവരും ഈ കസിലുള്ളവരൊക്കെ അസ്മ ചെയ്യണം. ഞാൻ എൻ്റെ ഉമ്മാനെയും വാപ്പയും ബന്ധപ്പെട്ടവരും സിയാറത്ത് ചെയ്യാത്ത ഒരാഴ്ചയോ സമയം ഉണ്ടാവില്ല. ഉറപ്പിച്ചിട്ട് ആവണം ഇവിടുന്ന് പിരിയേണ്ടത്. من أحيا سنتي عند فساد أمتي فله أجر 100 شهيد. സുന്നത്ത് മരിക്കുന്ന കാലത്ത് സുന്നത്തിനെ ഹയാത്താക്കിയവർക്ക് 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു 100 ഷഹീദിന്റെ കൂലി തരട്ടെ. അള്ളാഹു തരട്ടെ. മനുഷ്യ നിനക്ക് യഹ്യ പറയുന്നുണ്ട്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു യഹ്യയിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയം കടുത്തു പോയാൽ അവൻ 4 കാര്യം കൊണ്ട് ചികിത്സിക്കണം. എഴുതി വെച്ചോളൂ കേട്ടോ. 4 കാര്യം കൊണ്ട് ഹൃദയം കടുത്തവർ 4 കാര്യം കൊണ്ട് ചികിത്സിക്കുക. 1 ഹുജൂറു മജാലിസി സാലിഹീൻ, 1 സാലിഹീങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുക. 1 മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയി. എങ്ങനെ കടുക്കുക? ഒരു വേദനയുള്ള കാര്യം പറഞ്ഞിട്ട് കരയേര് വരാതിരിക്കുക. ജുമൂദുൽ ഐനി, കണ്ണുനീര് വറ്റൽ മിൻ അലാമത്തി ശഖാവ, മനുഷ്യന്റെ ദോഷത്തിന്റെ ലക്ഷണമാണ് എന്ന് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ദോഷത്തിന്റെ ലക്ഷണം കണ്ണീര് വറ്റുക. കണ്ണീരില്ല, കരയൂല. എന്ത് പറഞ്ഞാലും കരയൂല. എത്ര വലിയ വാൾ പറഞ്ഞാലും കരയൂല. കരയൂല. കണ്ണുനീരിന് പറ്റൂല. കണ്ണുനീര് വറ്റുക. ജുമൂദുൽ ഐനി മിൻ അലാമത്തി ശഖാവ, കണ്ണുനീര് വറ്റുന്നത് ഒരു മനുഷ്യന്റെ ദോഷത്തിന്റെ ലക്ഷണമാവുന്നു. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. അതിന് പരിഹാരമാണ് 4 കാര്യം. 1 ഹുദൂറു മജാലിസി സാലിഹീൻ, സാലിഹീങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കാം. 1
അതിൽപ്പെട്ടതാണ് ഹുദൂറുൽ വഅളി, ഹുദൂറുൽ ഇൽമി, മജ്ലിസുൽ ഇൽമി, മജ്ലിസുൽ ദിക്ർ, മജ്ലിസുൽ തഖ്വീഫ്, മജ്ലിസുൽ തർഗീബ്, മജ്ലിസുൽ തർഹീബ്, അള്ളാഹിനെ പറ്റി പറയുന്ന, നരകത്തെ പറ്റി പേടിപ്പിക്കുന്ന, സ്വർഗത്തെ പറ്റി ആഗ്രഹിപ്പിക്കുന്ന സദസ്സുകളിലൊക്കെ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വെറുതെ ആവശ്യമില്ലാത്ത തല്ലിന്റെ സദസ്സുകൾ ഉണ്ടാവുകയും ചെയ്യരുത്. അതൊക്കെ ഒഴിവാക്കും വേണം. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി വെറുതെ അങ്ങോട്ട് കൂടി തർക്കിക്കരുത്. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി ഒരു കൂട്ടർ വീണ്ടും അവർക്ക് തർക്കിക്കണം എന്നുണ്ടെങ്കിൽ അവർ തർക്കിച്ചോട്ടെ എന്നും വെക്കണം. നമ്മൾ ആ വിഷയം നമ്മൾ വിട്ടുപോകണം. കഴിഞ്ഞു. ഒരു 988 മുതൽ മലബാറിലെ മുസ്ലിമീങ്ങളുടെ കാര്യമായ ചോയ്സ് തർക്കമായിരുന്നു. ദയവായി അതൊരു ഫലം ഉണ്ടായതുമില്ല. എല്ലാവരും നിന്നിടത്ത് തന്നെ നിന്നു എന്നുള്ളതാണ്. പിന്നെയും തർക്കിച്ചു. അതുകൊണ്ട് ഇനിയെങ്കിലും അത് മാറ്റുന്നത് നന്നായിരിക്കും എൻ്റെ അഭിപ്രായം. ഒരു വിനീതമായ അഭിപ്രായമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പറയണ്ട, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. ആരും കൂടെ പറഞ്ഞു, ആരെ കുറച്ച്, അതൊന്നും ഇനി പറയുന്നൊരു അർത്ഥമല്ല. ആരേറെ പറഞ്ഞു, ആര് കമ്മി പറഞ്ഞു, അതൊന്നും ഇനി തർക്കിക്കുന്നൊരു അർത്ഥമില്ല. എല്ലാവരും പരമാവധി യോജിപ്പിലേക്ക് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കാരണം സുന്നികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുണ്ട്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ നേർക്ക് പുതിയ പുതിയ കരിമ്പടങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. അത് മുസ്ലിമീങ്ങൾക്ക് അതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി സ്വന്തം സമുദായത്തെ ശുദ്ധീകരിക്കുകയും ഇസ്ലാം അല്ലാത്തവർക്ക് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കും വേണം. അത് വലിയ ബാധ്യതയാണ്. അത് ഒറ്റക്കെട്ടായി നിലകൊണ്ടാലേ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വർക്ക് ഒരേ സമയത്ത് രണ്ടെണ്ണം നടക്കണം. ഒന്ന്, സ്വന്തം സമുദായത്തിൽ കൈവട്ടാൻ നടക്കുന്ന നമ്മാടികളുണ്ട്, ആ ആളുകൾക്ക് ഇതല്ല ഇസ്ലാം മുന്നോട്ട് കൊടുക്കണം. രണ്ട്, യഥാർത്ഥമായ ഇസ്ലാമിന്റെ മുഖം അന്യർക്ക് കാണിച്ചു കൊടുക്കണം. അതൊരു വലിയ പണിയാണ്. അത് ഉത്തരവാദിത്ത. സുന്നികളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സുന്നത്തിനെ നശിപ്പിച്ചു കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പരിഹാരം ഉണ്ടാവൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോ ഉറക്കെ പറയാം, ഉറക്കാമീൻ പറയാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുന്നത്യമാറ്റിന്റെ അഹ്ലുകാരെ അള്ളാഹു ഒന്നായി കാണാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു എല്ലാവരും ഒരൊറ്റക്കെട്ടായി, എല്ലാവരും ആത്മാർത്ഥയാണ്. ഇത് ആത്മാർത്ഥത കൊണ്ട് പറയാൻ പത്രക്കാർ എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുകയല്ല. ഞാൻ പത്രത്തിന്റെ മുന്നിൽ കാണിക്കുന്ന ഒരു ഐക്യമല്ല നമുക്ക് വേണ്ടി. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒന്നാവുക. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇങ്ങനെയുള്ള അനാവശ്യത്തിന്റെ തർക്കങ്ങളുടെ സദസ്സൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യം നീങ്ങാനുള്ള പരിഹാരം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു 4 പരിഹാരം പറയുന്നുണ്ട്. ഹുദൂറു മജാലിസ് സാലിഹീൻ, സാലിഹീങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുക. 1. പിന്നെയോ ദിക്റുൽ മൗത്തി, മരിക്കുമെന്ന് ചിന്തിക്കുക, മരണത്തെ ആഗ്രഹിക്കുക. ഇന്ന് സുബഹി നിസ്കരിച്ചതിന് ശേഷം സ്വന്തം മരണത്തെ പറ്റി ആലോചിച്ചവർ കൈപൊക്കി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്നലെ എന്റെ വാക്കിലില്ല. ഇന്നലത്തെ വിഷയക്കത്തല്ലേ? ഇന്ന് രാവിലെ വൈകുന്നേരം സുന്നത്തല്ലേ? എപ്പോഴും സുന്നത്തല്ലേ? മരണത്തെ പറ്റി എപ്പോഴും ആലോചിക്കണം. നീ മരിച്ചു കിടക്കാണ് എന്ന് ചിന്തിക്കണം. നീ മരിച്ച ഒരാളാണ്, നീ ഖബറിലാണ് എന്ന് ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതാണ് ദിക്റുൽ മൗത്തി. മനുഷ്യന്റെ ഖൽബ് നന്നാവാൻ 2ാമത്തെ മാർഗം ദിക്റുൽ മൗത്തി, മരണചിന്തയാണ്. 3ാമത്തെ കാര്യം മുശാഹദത്തുൽ മുഹ്തദിരീൻ, മരണമാസന്നമാവുക, അവരുടെ അരികിൽ ചെല്ലണം, അത് നേരിട്ട് കാണണം. 3ാമത്തെ കാര്യം മരണമാസന്നമായ ആളുകളെ നേരിട്ട് പോയി കാണുക. 3ാമത്തെ കാര്യം മരണമാസന്നമായ ആളുകളുടെ ബേജാറ് കാര്യങ്ങൾ നേരിട്ട് കാണുക. ഹൈറായ ആളുകളുടെ നല്ല മരണവും മോശപ്പെട്ട ആളുകളുടെ മോശപ്പെട്ട മരണവും നേരിട്ട് കാണാൻ കഴിയും. അത് വലിയ കാര്യം, വലിയ ഇബ്റത്ത് ഉണ്ടാക്കും, മനുഷ്യനെ ചിന്തിപ്പിക്കും. അള്ളാഹു തന്നെ നന്നാക്കി തരട്ടെ. നിങ്ങൾ ആരോട് പറയണ്ട, എനിക്ക് ചില അനുഭവങ്ങളുണ്ട്. അങ്ങനെയും ചില അനുഭവങ്ങളുണ്ട്. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ബാപ്പ മരിച്ചു. അങ്ങനെ ഞാൻ ആ മയ്യത്തിന്റെ അടുത്തേക്ക് പോയി ജനാസ സംസ്കരിക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ ഈ കൂട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു ബാപ്പ മരിച്ചു. അങ്ങനെ ആ മയ്യത്ത് കാണാൻ വേണ്ടി എല്ലാവരും പോയ കൂട്ടത്തിൽ ഞാനും പോയി. ഞാൻ കുറച്ച് നേരം വൈകിയാ ചെന്നത്. കഫൻ ചെയ്തിട്ട് പിന്നെ എനിക്കൊരു ലേശം മുഖം ഒന്നിങ്ങനെ കാണിച്ചു തന്നു. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക്